ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു പെർഫെക്റ്റ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ 1 കിലോ റൈസിലാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് തോലോട് കൂടിയുള്ള ചിക്കനാണ് മന്തിയിലേക്ക് നല്ലത്. പക്ഷേ ഞാൻ ഇവിടെ തോലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും എടുക്കാം. അപ്പോൾ അതിലേക്ക് 3 ചിക്കൻ ക്യൂബും 1.5 ടേബിൾ സ്പൂണോളം മന്തി മസാലയും, കളറ് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതും, പിന്നെ 3/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ, ഏതായാലും എടുക്കുക. പക്ഷേ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ അതും ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മുഴുവൻ മല്ലിയും കുരുമുളകും ചേർക്കുക. ഇനി ഇത് ചെറിയ തീയിൽ ചിക്കൻ വേവിച്ചെടുക്കുക. ഇതിലേക്കൊരു ഡ്രൈ ലെമണും ചേർക്കണം കേട്ടോ. ഞാൻ അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കുക. ഇത് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് ആ ഭാഗവും വേവിച്ചെടുക്കുക. അങ്ങനെ ചിക്കനൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കുക. അതിനു വേണ്ടി ഇത് തിളപ്പിച്ച് ഊറ്റിക്കാണ്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തോനെ തന്നെ വെള്ളം വെക്കുക. അതിലേക്ക് 2-3 പട്ടയും 5-6 ഏലക്കായും 3-4 ഗ്രാമ്പും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് നന്നായി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏതൊരു ബസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ അത് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച ഓയിലിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്ത് മാറ്റുക. ഇതിലേക്ക് നമ്മൾ വെന്ത് വന്ന ചോറ് ഊറ്റിയിട്ട് ഒരു ലെയറിൽ ആക്കിയെടുക്കുക. ഒരു ലെയറിൽ നമ്മൾ ഊറ്റി വെച്ച ഓയിലുണ്ടല്ലോ അതും, പിന്നെ കുറച്ച് മന്തി മസാലയും തൂവി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഒരു ലെയർ ബാക്കി ചോറ് കൂടി ഇട്ടിട്ട് ഇതിലേക്ക് വീണ്ടും അതേ പ്രോസസ്സ് ചെയ്യുക. ഈ നമ്മൾ ഊറ്റിയെടുത്ത ഓയിലും മന്തി മസാലയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കളറിന് വേണ്ടി ഒരു ഫുഡ് കളർ വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിലോ ഓയിലിലോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഈ പ്രോസസ്സ് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഇതിലേക്ക് 2-3 പച്ചമുളക് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്, അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിരട്ടയോ അല്ലെങ്കിൽ ചാർക്കോളോ എന്തെങ്കിലും ഒന്ന് കനലാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിന് സ്മോക്ക് വരുമ്പോൾ അത് അടച്ച് വെക്കുക. ഇത് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റോളം വെക്കുക. അതിന് ശേഷം എടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വിളമ്പുക. അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് മന്തി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എല്ലായിടത്തേക്കും ആ കളർ എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. അരി പൊട്ടാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.